കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പോയി, കോവളത്ത് ഒരു ഹാർബർ വാർഡിൽ പോയി. 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ്, 360 പേർക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്ത് 4ാമത്തെ വർഷമായപ്പോഴേക്കും കോൺക്രീറ്റ് അടന്ന് തലയിൽ കൂടെ വീഴുക. മേയർ ചെന്നപ്പോഴേക്കും സാധാരണ ഷാളൊക്കെ ഇട്ടാണ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഒരു അമ്മ അവരുടെ തലയിൽ വീണ കോൺക്രീറ്റ് കല്ലെടുത്ത് പാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നിട്ടാണ് എന്നെ സ്വീകരിച്ചത്. ഞാൻ അതിനെ പോലെ വാങ്ങിച്ചിട്ട് നമ്മുടെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ മേയറുടെ റൂമിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. ഞാൻ അവരോട് ചോദിച്ചത്, തൊട്ടടുത്തൊരു വീട്ടിൽ കയറി ചായ കുടിക്കാനായിട്ട്. ആ വീട് 65 വർഷം മുമ്പ് വെച്ചതാണ്, കടൽ തീരത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടന്നിട്ടുള്ളത് കൊണ്ട് അതും കൂടെ റെക്ടിഫൈ ചെയ്യാനും കണ്ടുപിടിക്കാനും നടക്കുന്നത് കൊണ്ട് സമയത്തിൻ്റെ കുറച്ച് പരിമിതിയുണ്ട്. എനിവേ ഞങ്ങളൊക്കെ തന്നെ രാവിലെ ഒരു 6 മണി മുതൽ രാത്രി 11, ഞാൻ ഇന്ന് വരെ ഡിസംബർ 26 സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 11 മണിക്ക് മുമ്പ് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഇന്ന് വരെ, ഇന്നലെ ഉൾപ്പെടെ സ്ലോട്ടർ ഹൗസ്, അത് പറയാതെ ചേട്ടൻ തന്നെ അത് പറഞ്ഞു, ഒരുപാട് പറയാനുണ്ട്. ഞങ്ങൾ ഭരണസഭ അധികാരത്തിൽ വെച്ച് ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, മേയറെ സ്ലോട്ടർ ഹൗസ് എന്താണെന്നും ആവാത്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ തൊട്ടടുത്താണ്, കുന്നുകുഴിയിലാണ്. സത്യത്തിൽ സ്ലോട്ടർ ഹൗസ് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി. ഞാൻ പറഞ്ഞു ശരി നമുക്ക് സ്ലോട്ടർ ഹൗസ് കാണാൻ പോവാം, കാര്യം പണ്ട് വലിയ ഉദ്ഘാടനം കാണുന്നല്ലേ. പ്രിയപ്പെട്ട അവിടെ ചെന്നപ്പോഴേക്കും വലിയൊരു ആർച്ച് കെട്ടിയിട്ട് ഉദ്ഘാടനം നടത്തിയതിൻ്റെ ഡേറ്റ്, ഉദ്ഘാടനം നടത്തിയ ആൾക്കാരുടെ പേര് അവിടെ പോയാൽ അത് ഞാൻ പേരൊന്നും പറയുന്നില്ല, അധ്യക്ഷൻ ആരെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്തോട്ട് കയറിയിട്ട് ചെന്നപ്പോഴേക്കും ആദ്യം തന്നെ ഞാൻ പറഞ്ഞ് ലൈറ്റ് ഇടാൻ പറഞ്ഞു. സാറേ കറണ്ട് കിട്ടിയിട്ടില്ല, ഇലക്ട്രിക് സപ്ലൈ കിട്ടിയിട്ടില്ല. അത് ആലോചിച്ച് നോക്ക്. ഞാൻ സാറേ കറണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ ജിമ്മിനി വട്ടം വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്, അന്ന് ജനറേറ്റർ വെച്ച് ഉദ്ഘാടനം ചെയ്തതെന്ന്. എന്നിട്ട് അവിടുത്തെ ഒരൊറ്റ മെഷീൻ പ്രവർത്തിക്കുന്നില്ല. മെഷീൻ വച്ചിട്ട് 4-5 കൊല്ലം മുമ്പ് സ്ഥാപിച്ചിട്ട് ഇന്ന് വരെ മെഷീൻ പ്രവർത്തിച്ചില്ല. ETP ഇല്ല, അതായത് ഇൻഫ്ലുവൻസ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അവിടെ നിന്ന് വരുന്ന മാലിന്യമൊക്കെ തന്നെ സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് ഇല്ല. പിന്നെ അവിടെ ഒരുപാട് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്, അത്ര സംവിധാനം. പക്ഷേ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇരുന്ന് ഈ ചെയ്തവരെല്ലാവരെയും, ചിലർ ആന്ധ്രാപ്രദേശിലാണ്, ചിലർ കർണാടകത്തിലാണ്, കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഇവരെയൊക്കെ വിളിച്ചിരുത്തി മാരത്തോൺ മീറ്റിങ്ങുകൾ നടത്തി. ഞങ്ങളൊക്കെ, ഞാൻ രാധാകൃഷ്ണൻജിയൊക്കെ 10-40 വർഷം കൊണ്ട് പഠിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിലെ എല്ലാ അടവുകളും പ്രയോഗിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രയൽ റൺ നടത്താൻ പറ്റിയത്. ട്രയൽ റൺ നടത്തി ഇന്ന ഡേറ്റ് കൊടുത്തിട്ട് ചെയ്തേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പൂട്ടി താക്കോലെടുത്ത് പറഞ്ഞിട്ടാണ് നടത്താൻ പറ്റിയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അത് നടത്തിയാൽ തന്നെ ഈ നാട്ടിലുള്ള കന്നുകാലികൾ അത്ര ഇനി ഇവിടെ കൊണ്ടുവരണം. ഈ റോഡിലിട്ട് വെട്ടി ഇതിൻ്റെ തോലൊക്കെ തന്നെ നദികളിലേക്ക് ഒഴുക്കുന്നവരുണ്ടല്ലോ, ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അതിനെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടി വലിയൊരു പരിപാടിയാണ്. അതിൻ്റെ ഒരു ബഹളമൊക്കെ നടത്തേണ്ടി വരും. എന്തായാലും നടത്തി നോക്കുള്ളൂ, ഞങ്ങൾ നടത്തിയിട്ടേ പോവുകയുള്ളൂ, അല്ലാതെ വിട്ടുകൊടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു ജോലി ചെയ്താൽ മാത്രമേ നമ്മുടെ പട്ടണം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പട്ടണമായി മാറാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ ചെയ്യുവാനുള്ള കഠിന പ്രയത്നത്തിലാണ്. ഞാൻ കൂടുതൽ പോകുന്നില്ല. രാഷ്ട്രീയ കിട്ടുന്ന അവസരത്തിൽ നിങ്ങളോട് വ്യക്തിപരമായിട്ട് പറയും. എന്തായാലും ശരി തന്നെ, നിങ്ങൾ ഏറ്റവും അനുയോജ്യമായ കരങ്ങളിൽ തന്നെയാണ് ഈ വാർഡ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. പക്ഷേ എനിക്ക് ഒരു ചെറിയ വിഷമം തോന്നുന്നത്, പലപ്പോഴും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ തിരുവനന്തപുരം നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന ആളാണല്ലോ. ഞാൻ നെടുമങ്ങാട്ട് നിന്ന് വന്നിവിടെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സാന്നിധ്യവും അഡ്വൈസും അല്ലെങ്കിൽ സജഷൻസും ഒക്കെ തന്നെ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വേണം. പക്ഷേ ഞാൻ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് രാഷ്ട്രീയ കാണാൻ പറ്റില്ല. ഞാൻ വൈകുന്നേരം വിളിച്ച് നിങ്ങൾ എങ്ങോട്ട് പോയി നോക്കുമ്പോൾ എനിക്ക് വാർഡിൽ ഇന്ന കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് പലപ്പോഴും നേരെ അവിടെ നിന്ന് മീറ്റിങ്ങിൽ ഇരുന്നിട്ട്, കാരണം അതിലൊരു പോസിറ്റീവ് സൈഡുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിച്ച ആൾക്കാരോടുള്ള ആ കമ്മിറ്റ്മെൻറ്റാണ് ബോധ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല എല്ലാവരുടെയും പറയാൻ പറ്റും, എൻ്റെ കോർപ്പറേഷനിൽ ഒരു വാർഡ് പൂർണ്ണമായിട്ടും ക്യാമറ നിരീക്ഷണത്തിലെത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. സന്തോഷമുണ്ട്. എല്ലാവരും സഹകരിക്കണം. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ബോധ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.